Hello everyone, welcome to Delicious Recipes. ഇന്ന് നമുക്ക് മാങ്ങ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മിക്കവാറും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണല്ലോ അച്ചാർ, പ്രത്യേകിച്ചും മാങ്ങ അച്ചാർ. അപ്പോൾ ഇത് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി 6 മാങ്ങയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് നല്ലതുപോലെ കഴുകിയെടുത്ത ശേഷം തുടച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണിത്. ഇനി നമുക്കിത് വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് മുഴുവൻ മാങ്ങയും ഞാൻ കട്ട് ചെയ്തെടുത്ത ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വെക്കുന്നുണ്ട്. ഒരു ദിവസം ഞാനിത് ഉപ്പിട്ട് വെച്ച ശേഷമാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഒരു ദിവസം ഉപ്പിട്ട് വയ്ക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ 4-5 മണിക്കൂറെങ്കിലും ഇത് ഉപ്പിലിട്ട് വെക്കണം. അതിനുശേഷം അച്ചാർ തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം. അടുത്ത ദിവസമാണ് ഞാനിത് അച്ചാർ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ച് എണ്ണ ഞാനിവിടെ ചൂടാകാൻ വെച്ചിരുന്നു. എണ്ണ ചൂടായി വന്നപ്പോൾ 3/4 ടീസ്പൂൺ കടുകാണ് ചേർത്തത്. സാധാരണയായിട്ട് അച്ചാർ തയ്യാറാക്കുമ്പോൾ നല്ലെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 10 വെളുത്തുള്ളിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തത്. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വഴന്ന് വന്ന ശേഷം ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 3 പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈ പച്ചമുളകും കറിവേപ്പിലയും നന്നായിട്ടൊന്ന് വഴന്ന് വന്ന ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. അടുത്തതായി ചേർക്കുന്നത് മുളക് പൊടിയാണ്. 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഏറ്റവും ചെറിയ തീയിൽ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഉലുവപ്പൊടിയാണ് ഇപ്പോൾ ചേർത്തത്. 3/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതാണ് ചേർത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് മാങ്ങ ഉപ്പിലിട്ട് വെച്ചിരുന്നപ്പോൾ ഊറി വന്ന ആ വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്തത്. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കണം. 3 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. മാങ്ങയിൽ അധികം പുളിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം കൂടുതൽ വിനാഗിരി ചേർക്കാം. അപ്പം ഞാനിവിടെ 3 ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. ഈ മാങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ അച്ചാർ തയ്യാറാക്കി കുറച്ച് ദിവസം വെച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതാവും നല്ലത്. പക്ഷേ എൻ്റെ വീട്ടിൽ ആരും അത്രയും വെയിറ്റ് ചെയ്യാറില്ല. ഇത് തയ്യാറാക്കുന്ന അതേ ദിവസം തന്നെ ഉപയോഗിച്ച് തുടങ്ങുകയാണ് പതിവ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കൂടി അറിയിക്കാൻ മറക്കരുത്. ഇത് നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് കായം കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. ഏകദേശം 3/4 ടീസ്പൂണോളം കായമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി കായം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ രുചിയൂറും മാങ്ങ അച്ചാർ റെഡിയാവും. ഈ അച്ചാർ തയ്യാറാക്കിയ ശേഷം ആവശ്യത്തിനുള്ളത് മാത്രം എടുത്ത് വയ്ക്കുക. ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാവും നല്ലത്. അങ്ങനെയാണെങ്കിൽ കുറച്ചധിക ദിവസം ഇത് കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.